ഉണ്ണിമൂന്തൻ്റെ സിനിമാ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററായിരുന്നു മാർക്കോ എന്ന് പറയുന്ന ഹനീഫ് സംവിധാനം ചെയ്ത സിനിമ. സിനിമയ്ക്കൊരു രണ്ടാം ഭാഗം വരുന്നുണ്ടെന്ന് സിനിമ ഹിറ്റായപ്പോൾ തന്നെ അനൗൺസ്മെൻറ്റ് ചെയ്തതായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇഷ്ടംപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ ഒരു പ്രധാന കഥാപാത്രമായിട്ട് ചിയാൻ വിക്രം വരും എന്നൊരു അപ്ഡേറ്റൊക്കെ ഉണ്ടായി. പക്ഷേ അതൊക്കെ അവിടെ പോയെന്നൊരു പിടുത്തമില്ല. ഇപ്പോൾ ഇവിടെ സിനിമയുടെ രണ്ടാം ഭാഗത്തിലെ മെയിൻ കഥാപാത്രമായ, അതായത് നായകനായ ദ മാർക്കോ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ യാഷ് റോക്കി ബായ് ആയിരിക്കും എന്നാണ് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് പുറത്ത് വരുന്നത്. സിനിമയുടെ പേര് ഫിലിം ചേംബറിലേക്ക് ഇപ്പോൾ രജിസ്റ്ററായി കഴിഞ്ഞിട്ടുണ്ട്. ലോർഡ് മാർക്കോ എന്നാണ് സിനിമയുടെ, അതായത് രണ്ടാം ഭാഗത്തിൻ്റെ പേര്. എത്രമാത്രം സത്യമാവുമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ സത്യം മോനെ തിയേറ്റർ കത്തും. മുന്നൊരു അപ്ഡേറ്റ് സീരീസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുമിത് വളവിൻ്റെ OTT റിലീസിനെ പറ്റി. അതിപ്പോൾ ഒഫീഷ്യലി പുറത്ത് വന്നിരിക്കുവാണ്. ZEE5 തന്നെയാണ് സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം മേടിച്ചിരിക്കുന്നത്. ഈ വരുന്ന 26-ാം തീയതി സിനിമ ഒഫീഷ്യൽ OTT റിലീസ് നടത്തുന്നതായിരിക്കും. സത്യം പറഞ്ഞത് രണ്ടാമത്തെ OTT റിലീസ് ഡേറ്റാണ് പുറത്ത് വന്നിരിക്കുന്നത്. എന്തരാവോ എന്തോ, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും പക്ഷേ അതേപോലെ തന്നെ ഞെട്ടിക്കുന്നതായിട്ടൊരു അപ്ഡേറ്റ് തന്നെയായിരുന്നു. നമ്മുടെ പ്രഭാസിൻ്റെ വളരെ വലിയൊരു കംബാക്ക് നടത്തിയ സിനിമയായിരുന്നു കൽക്കി എന്ന് പറയുന്ന സിനിമ. സിനിമയിലെ ഒരു മെയിൻ കഥാപാത്രമായിരുന്നു ബോളിവുഡ് ആക്ട്രസ്സായ ദീപിക പദുക്കോണ്ടേത്. ഇപ്പോൾ ഏതാ സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ പുള്ളിക്കാരി ഉണ്ടാവത്തില്ലെന്നാണ് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ് എല്ലാം പറയുന്നത്. എന്തുകൊണ്ടാണ് പുള്ളിക്കാരിയെ മാറ്റിയെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല, അവരും പുറത്ത് പറയുന്നില്ല. രണ്ടാം ഭാഗത്തിലേക്ക് അടുത്ത ഒരു കാസ്റ്റിനെ തേടുന്നതെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. ഇത് എവിടെ ചെന്ന് നിൽക്കുമോ ദൈവമേ.